ഡെഡ്പൂൾ ആൻഡ് വോൾവറില് ഡെഡ്പൂളും വോൾവറിനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡെഡ്പൂളിനും വോൾവറിനും ഹീലിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. ചിലർ വിചാരിക്കുന്നത് ഡെഡ്പൂളിന്റെയും വോൾവറിന്റെയും ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നത് ഒരുപോലെയാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. ഏത് തരം ഫിസിക്കൽ ഇഞ്ചുറീസിൽ നിന്നും വോൾവറിന് മിനിറ്റുകൾ കൊണ്ട് തന്റെ ഹീലിംഗ് ഫാക്ടറിന്റെ സഹായത്തോടെ റിക്കവർ ചെയ്യാൻ സാധിക്കും. പക്ഷെ വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ ഡെഡ്പൂളിന്റെ ഹീലിംഗ് ഫാക്ടറിന്റെ അത്ര വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡെഡ്പൂളിന് തനിക്ക് നഷ്ടപ്പെട്ടു പോയ കൈ ആയാലും കാലായാലും തലയായാലും എന്തിനേറെ പറയണം, തന്റെ ബോഡിയിലെ ഏതൊരു ഭാഗമായാലും തന്റെ ഹീലിംഗ് ഫാക്ടറിന്റെ സഹായത്തോടെ അവയെ റീഗ്രോ ചെയ്യിക്കാനും മാത്രമല്ല ഒരു തുള്ളി രക്തത്തിൽ നിന്ന് പോലും തന്റെ എൻറ്റയർ ബോഡിയെ റീഗ്രോ ചെയ്യിക്കാനും ഡെഡ്പൂളിന് സാധിക്കും. വോൾവറിന് ഇഞ്ചുറി വല്ലതും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള സെൽസിനെ ജനറേറ്റ് ചെയ്യിക്കും. ആ കാരണം കൊണ്ട് തന്നെ വോൾവറിന്റെ ഫിസിക്കൽ കണ്ടീഷൻ പീക്ക് ലെവലായിരിക്കും. എന്നാൽ ഡെഡ്പൂളിന് ഇഞ്ചുറി വല്ലതും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും വീണ്ടും ഡെഡ് സെൽസിനെ ജനറേറ്റ് ചെയ്തോണ്ടേയിരിക്കും. ആ കാരണം കൊണ്ട് തന്നെ ഡെഡ്പൂള് നിരന്തരം മരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതായത് ഡെഡ്പൂളിനെ കൊല്ലാൻ യാതൊന്നിനും സാധിക്കില്ല എന്ന് തന്നെ പറയാം.